എല്ലാ ദിവസവും പുലർച്ചെ 4 മണിക്ക് ഒരു മനുഷ്യൻ ഉണർന്ന് കാറുകൾ വലിച്ചുകൊണ്ട് പരിശീലനം നടത്തി. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അദ്ദേഹം നിർത്താതെ പരിശീലിച്ചു. രാത്രിയിൽ അദ്ദേഹം 1000 തവണ ഡംബെൽസ് ഉയർത്തി. ലോകത്തിലെ ഏറ്റവും ശക്തനായ ആം റെസ്ലിംഗ് ചാമ്പ്യനെ നേരിടേണ്ടി വന്നതിനാലാണ് അദ്ദേഹം ഇത്രയും കഠിനാധ്വാനം ചെയ്തത്. ഈ ചാമ്പ്യൻ എല്ലാ മത്സരത്തിലും തന്റെ അരികിൽ ഒരു ഇഷ്ടിക സൂക്ഷിച്ചിരുന്നു. തോറ്റ എല്ലാ എതിരാളിയുടെയും കൈ ഒടിഞ്ഞു. ചാമ്പ്യൻ ഈ മനുഷ്യൻ മത്സരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം രഹസ്യമായി നിരോധിത മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി. പക്ഷേ ആ മനുഷ്യന്റെ ദൈനംദിന കഠിനാധ്വാനം ഫലം കണ്ടു. ഇപ്പോൾ ഒരു കൈ മാത്രം ഉപയോഗിച്ച് അയാൾക്ക് ഒരു കാർ വലിക്കാൻ കഴിയും. മത്സര ദിവസം വന്നു. ആദ്യ മത്സരത്തിൽ ആ മനുഷ്യൻ തോറ്റു. പക്ഷേ റഫറി തന്റെ എതിരാളി ഫൗൾ ചെയ്തുവെന്ന് പറഞ്ഞു. ഒരു പുനമത്സരം നടന്നു. ഇത്തവണ ആ മനുഷ്യൻ തന്റെ ശക്തി കാണിച്ചു വിജയിച്ചു. പക്ഷേ അവന്റെ കൈകൾ വേദനിക്കാൻ തുടങ്ങി. അവന്റെ അടുത്ത എതിരാളി അമേരിക്കയിൽ നിന്നുള്ള ഒരു ശക്തനായ കളിക്കാരനായിരുന്നു. ഇപ്പോൾ ഊർജ്ജം സംരക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ആ മനുഷ്യൻ കരുതി. അതിനാൽ അവൻ തുടക്കം മുതൽ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു. നിർത്താതെ അവൻ വീണ്ടും വിജയിച്ചു. മത്സരത്തിനു ശേഷം അവൻ തന്റെ കൈയിൽ മരുന്ന് പുരട്ടി. അത് വളരെ അപകടസാധ്യതയുള്ളതിനാൽ നിർത്താൻ അവന്റെ മാനേജർ അവനോട് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ വിസമ്മതിച്ചു. പ്രൊഫഷണൽ സ്പോർട്സിലേക്ക് തിരിച്ചുവരാനുള്ള അദ്ദേഹത്തിന്റെ അവസാന അവസരമായിരുന്നു ഇത്. സെമിഫൈനലിൽ മുൻ ചാമ്പ്യനെ അദ്ദേഹം നേരിട്ടു. മത്സരം ആരംഭിച്ചു. ഇരുവരും തുല്യരായിരുന്നു. കൈകൾ കെട്ടിയിരുന്ന സ്ട്രാപ്പ് പോലും കീറി. അടുത്ത റൗണ്ട് ആരംഭിക്കാൻ പോകുമ്പോൾ തന്റെ അനന്തരവതിയും ജനക്കൂട്ടത്തിൽ നിന്ന് ആർപ്പുവിളിക്കുന്നത് അദ്ദേഹം കേട്ടു. ഇത് അദ്ദേഹത്തിന് പുതിയ ഊർജ്ജം നൽകി. എന്നാൽ ചാമ്പ്യനും വളരെ ശക്തനായിരുന്നു. വളരെക്കാലം അവരുടെ ശക്തി തുല്യമായി തുടർന്നു. പിന്നീട് ഒരു നിമിഷം ചാമ്പ്യന് സമനില നഷ്ടപ്പെട്ടു. ആ മനുഷ്യൻ അത്ഭുതകരമായ ഒരു കൗണ്ടർ മൂവ് നടത്തി. കാർ വലിക്കൽ പരിശീലനം ഉപയോഗിച്ച് അദ്ദേഹം വിജയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യനുമായുള്ള അവസാന മത്സരം വന്നു. അദ്ദേഹം വേദിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അനന്തരവതിയും തന്റെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ വായുവിൽ വീശി അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു. ഫൈനലിസ്റ്റുകൾ ഇരുവരും പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ വെളുത്ത പുക നിറഞ്ഞു. മത്സരത്തിനു മുമ്പ് അവർ കൈ കുലുക്കേണ്ടതായിരുന്നു. പക്ഷേ ചാമ്പ്യൻ വിസമ്മതിച്ചു. മത്സരം ആരംഭിച്ചപ്പോൾ ആ മനുഷ്യൻ പൂർണ്ണ ശക്തി ഉപയോഗിച്ചു. പക്ഷേ ചാമ്പ്യൻ വൃത്തികെട്ട രീതിയിൽ കളിച്ചു. ആ മനുഷ്യന്റെ തള്ളവിരലിന് പരിക്കേൽപ്പിക്കാൻ അദ്ദേഹം നിയമങ്ങൾ ഉപയോഗിച്ചു. അടുത്ത റൗണ്ടിൽ ചാമ്പ്യൻ ശക്തമായ ലീഡ് നേടി. ക്ഷീണം കാരണം ആ മനുഷ്യൻ ശ്രമിച്ചെങ്കിലും അധികനേരം നീണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. തോൽക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവന്റെ സഹോദരി സ്റ്റേഡിയത്തിലെത്തി. ആ മനുഷ്യൻ ഇപ്പോൾ പൂർണ്ണമായും ക്ഷീണിതനായിരുന്നു. അവന് ശക്തിയൊന്നും അവശേഷിച്ചിരുന്നില്ല. എന്നാൽ തന്റെ കുടുംബം അരികിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ താൻ ഒറ്റയ്ക്ക് പോരാടുന്നില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അവന്റെ മുഴുവൻ കുടുംബവും അവനോടൊപ്പമുണ്ട്. ഇപ്പോൾ അവൻ എല്ലാം പണയപ്പെടുത്തി. അവന്റെ പെട്ടെന്നുള്ള ശക്തിയിൽ ചാമ്പ്യൻ പോലും ഞെട്ടിപ്പോയി. ആ മനുഷ്യൻ പല്ലുകടിച്ചു, വേദന സഹിച്ചു, ഉച്ചത്തിൽ അലറി. ഒടുവിൽ അവൻ വിജയിച്ചു. അവൻ തന്റെ സഹോദരിയെയും മരുമകളെയും മരുമകനെയും കെട്ടിപ്പിടിച്ചു.